ഹലോ. ഈ സീസണിലെ നാടൻ മാങ്ങകളെ കൊണ്ടുള്ള കളിയൊക്കെ ഒരുവിധം തീരെയായി കേട്ടോ. കാറ്റും മഴയൊക്കെ നേരത്തെ വന്നുകൊണ്ട് തന്നെ അവസാനം ഉണ്ടായിരുന്ന കുറച്ച് മാങ്ങകളും കൂടിയൊക്കെ വീണ് മാവ് വീണ്ടും ഒറ്റയ്ക്കായി. മാങ്ങാക്കാലം വന്നാൽ പിന്നെ അധികവും മാങ്ങാക്കറിയും മാങ്ങാപ്പച്ചടിയും ഒക്കെ തന്നെയാവും കേട്ടോ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് വ്യത്യസ്തമാക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് മാങ്ങേനെ നല്ല വൃത്തിക്ക് കഴുകണം കേട്ടോ. ഇത് തോലോടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തോലോടെ അങ്ങനെ 2-3 സ്ഥലത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് നല്ലോണം ഇരുന്നോട്ടെ കേട്ടോ, നല്ല ചൊടി വേണേ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 2 അച്ച് ശർക്കര, അതുപോലെ തന്നെ വെള്ളം. ഇതെല്ലതും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ സ്റ്റീം ചെയ്യാൻ വെക്കുക. ഒരു 3 സ്റ്റീമൊക്കെ വന്നാൽ മാങ്ങ വേവും കേട്ടോ. ഇനി ഇത് നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ എരിവും ഉപ്പും പുളിയും മധുരവും ഒക്കെ കൂടിയായിട്ട് നല്ല ടേസ്റ്റാട്ടോ. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു. ഇതിൻ്റെ ഗ്രേവി കുടിക്കാനും നല്ല രസമാണ് കേട്ടോ. ഇനി ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ആ മാങ്ങ അതിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കേ. അപ്പോൾ ഇതോടെ ഈ വർഷത്തെ നാടൻ മാങ്ങയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ തീർന്നാലും ചില്ലി ഫ്ലേക്സിൽ ഇനിയും വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.